വരാനിരിക്കുന്ന PSC എക്സാമുകളിലെ ഏറെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്കറിയാം കമ്പനി ബോർഡ് LGS വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞിരിക്കുന്നു. വൈഡായി പഠിക്കേണ്ടിയിരിക്കുന്നു മാത്സുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്. ആദ്യമായി കാണുന്ന സുഹൃത്തുക്കൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ഒരു ക്ലോക്കിലെ സമയം 10 മണിക്കൂർ 40 മിനിറ്റ് ആണെങ്കിൽ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള കോണളവ് എത്ര ഡിഗ്രിയാണ്? ഇതിൽ യഥാർത്ഥ ഒരു ഫോർമുല എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: 30 ഹവർ മൈനസ് 5.5 മിനിറ്റ്. ഇത് ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ആൻസർ കിട്ടും. നമുക്കെന്നാൽ വേറൊരു രീതി ചെയ്ത് നോക്കാം. സമയം എളുപ്പമാക്കാനൊരു രീതി നമുക്ക് ചെയ്ത് നോക്കാം. 10 മണിക്കൂർ 40 മിനിറ്റ് അതുപോലെ എഴുതാം. 10 മണിക്കൂർ 40 മിനിറ്റ്. ഈ 10 × 60 ചെയ്യുക. അതുപോലെ അതേ മൈനസ് 40 × 11 ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം. 60 × 10 എന്താണ്? 600 ആണ്. 600 മൈനസ് 40 × 10 എന്താണ്? 40. ഇപ്പോൾ 440. 600 മൈനസ് 440 എന്താ? 600 മൈനസ് 440 എന്ന് പറഞ്ഞാൽ 0 6 160. 160 ആയിരിക്കും നമുക്ക് അതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്. ഈ 160ൻ്റെ പകുതി ആയിരിക്കും ആ കോണളവ് എന്ന് പറയുന്നത്. 80 ഡിഗ്രി ആയിരിക്കും. 10 മണിക്കൂറിനും 40 മിനിറ്റിനും ഇടയിലുള്ള കോണളവ് എന്ന് പറയുന്നത് 80 ഡിഗ്രി ആയിരിക്കും. എന്നാൽ നമുക്ക് വേറൊരു ചോദ്യം നോക്കാം. ഇപ്പോൾ ഇത് തന്നേക്കെന്ന് പറഞ്ഞാൽ 10 മണിക്കൂർ 40 മിനിറ്റ്. അങ്ങനെയാണെങ്കിൽ 9 മണിക്കൂർ 10 മിനിറ്റ് ആണെങ്കിൽ നമുക്ക് നോക്കാം. 9 മണിക്കൂർ 10 മിനിറ്റ് ആണെങ്കിൽ 9 മണിക്കൂർ 10 മിനിറ്റ് ആണെങ്കിൽ അതുപോലെ തന്നെ 9നെ വീണ്ടും നമ്മൾ 60 ഗുണിക്കുന്നു. 60 × 9 എന്താ? 60 × 9 എന്ന് പറഞ്ഞാൽ 540 ഡിഗ്രിയാണ്. മൈനസ് 10 × പഴയ പോലെ തന്നെ 10 × 10 എന്ന് പറഞ്ഞാൽ 110. ഇപ്പോൾ എന്ത് കിട്ടി? 540 നിന്ന് 540 മൈനസ് 110 എന്ന് പറഞ്ഞാൽ എന്താ? 0. 4 3 5 നിന്ന് 430. 430 ആയിരിക്കും നമുക്ക് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. പക്ഷേ 430ൻ്റെ പകുതി എടുക്കണം. 430ൻ്റെ പകുതി എന്താ? 215 ഡിഗ്രി ആയിരിക്കും. നമുക്ക് നോക്കാം. ഈ ക്ലോക്കിൻ്റെ കോണളവ് എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ വാല്യൂ ആയിരിക്കും എടുക്കേണ്ടത്. ഇതിപ്പോൾ 180നേക്കാൾ കൂടുതലാണ്. 180നേക്കാൾ കൂടുതലായതുകൊണ്ട് നമുക്ക് ഈ 215 എന്ന വാല്യൂ എടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഈ 360ൽ നിന്ന് 215 കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ 5 നിങ്ങൾക്ക് 145 ഡിഗ്രി എന്ന് കിട്ടി. ഈ 145 ഡിഗ്രി ആയിരിക്കും യഥാർത്ഥ കോണളവ് എന്ന് പറയുന്നത്.